ഹലോ, എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രിപ്പിൾ എ അഡ്വാൻസ്ഡ് ഓർഡിനറി അഷുറൻസ് എങ്ങനെയാണ് എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുക എന്നുള്ളത്. ഇത് എളുപ്പത്തിൽ എന്തായാലും പാസ്സാകാൻ പറ്റില്ല. ഇത് മുമ്പ് പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പാസ്സായിരിക്കുന്നത്. ACCയുടെ 13 പേപ്പേഴ്സിൽ ഏറ്റവും കുറവ് പാസ് റേറ്റുള്ള ഒരു സബ്ജക്റ്റാണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ്സ് എടുക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. സോ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡിൽ പാസ്സാവാൻ പറ്റുന്നതല്ല. സോ ബേസിക്കലി ഇത് പാസ്സാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ടു പ്രാക്ടീസ്, വെൻ ടു പ്രാക്ടീസ്, ഹൗ ടു പ്രാക്ടീസ്. സോ വാട്ട് ടു പ്രാക്ടീസ്, എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എക്സാം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എവിടുന്ന എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സ്റ്റഡി ഹബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാസ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BPP ഓർ കപ്ലൻ റിവിഷൻ കിറ്റ്സ് യൂസ് ചെയ്യാം. ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടുന്നൊക്കെയാണോ കിട്ടാൻ പറ്റുന്നത് അത്രയും മാക്സിമം നിങ്ങൾ ഗ്യാദർ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ബേസിക്കലി ദ തിങ് ഈസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു മാനേജർ, ഓഡിറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഓഡിറ്റ് മാനേജർ എങ്ങനെയാണ് റിയൽ ലൈഫ് ഓഡിറ്റ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സ്കില്ലാണ് നിങ്ങളും അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലിലുള്ള എക്സ്പീരിയൻസ് വേണം. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്തായാലും അത് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യാൻ പറ്റുക? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. റൈറ്റ്. ഇനി അടുത്ത ചോദ്യമാണ് ഹൗ ടു പ്രാക്ടീസ്. ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. സോ ബേസിക്കലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസേഴ്സ് ചുമ്മാ ആലോചിച്ചിട്ട് അത് ബാക്കിൽ ആൻസേഴ്സായിട്ട് കമ്പയർ ചെയ്താൽ മതി എന്നുള്ളത്. അത് പോരാ. എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ എക്സാം കണ്ടീഷനിലുള്ള പ്രാക്ടീസ് തന്നെ വേണം. സോ ബേസിക്കലി നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ആ ആൻസേഴ്സ് നിങ്ങൾ ലിറ്ററലി ടൈപ്പ് ചെയ്യണം. ഈ ടൈപ്പ് ചെയ്ത ആൻസർ നിങ്ങൾ എക്സാമിനേഴ്സ് ആൻസേഴ്സായിട്ട് കമ്പയർ ചെയ്യുക. അതിനകത്ത് നിന്നുള്ള ലേണിങ്സ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റണം. എന്നാൽ മാത്രമേ ദർ ഇസ് എ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതേ സ്റ്റേജിൽ നിൽക്കുകയാണ്. സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആൻസർ ടൈപ്പ് ചെയ്ത ആൻസേഴ്സ് ചുമ്മാ അവിടെ ഇട്ട് പോകാണ്ട് ആ ടൈപ്പ് ചെയ്ത ആൻസർ ബാക്കിലുള്ള എക്സാമിനേഴ്സ് ആൻസേഴ്സായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇമ്പ്രൂവ് ചെയ്യാം. Alright, so ഇതാണ് what to practice, when to practice, how to practice. ഇനിയുള്ളത് when to practice. എപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ പലപ്പോഴും സ്റ്റുഡൻസ് വിചാരിക്കുന്നതാണ് എക്സാമിന് ഒരു 10 days മുമ്പോ അല്ലെങ്കിൽ പോട്ടെ എക്സാമിന് 1 month മുമ്പൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി എന്നുള്ളത്. അത് പോരാ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത്രമാത്രം ഫെമിലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സർക്കംസ്റ്റൻസസ് ആയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ ഈ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരിക്കും. സോ പ്രോബബ്ലി ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിയർലി 2 hours എടുക്കും. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ തന്നെ 6 മണിക്കൂറൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പ്രാക്ടീസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് വേ ഏർലിയർ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെപ്റ്റംബർ എക്സാമിന് നിങ്ങൾ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ പോരാ, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്താൽ പോരാ. ഐ വുഡ് സജസ്റ്റ് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ജൂൺ ഒരു മിഡ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ജൂലൈ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പല സ്റ്റുഡൻസും റിസൾട്ടിന് ശേഷം ജൂലൈ മിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് എ വെരി ബാഡ് ഐഡിയ. ബിക്കോസ് അപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് കുറയും. അല്ലെങ്കിൽ പെർ ഡേ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും, അതൊട്ടും എഫക്റ്റീവ് ആവുകയില്ല. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി പാസ് എ സബ്ജക്ട് ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ്സെൽഫ്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുന്നത്. ഒരുപാട് നാഷണൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ട്, ഗ്ലോബൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ട്, നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, ഐ അഗ്രി. പക്ഷേ വിത്ത് ദ റൈറ്റ് അപ്രോച്ച് യു ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ഇറ്റ്. സോ ട്രിപ്പിൾ എയുടെ നല്ല ക്ലാസ്സുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സിന് കം ജോയിൻ us to be a commerce pro.